നീ നിൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന ബിംബത്തിനെ കത്തിച്ച് കളയണം, പൊളിച്ച് കളയണം. എന്നിട്ട് വകുൻ ഇൻദ നഫ്സിക സഗീറാ, നീ നിൻ്റെ അടുത്ത് ചെറുതാവണം, നിൻ്റെ അടുത്ത് ചെറുതാവണം. അപ്പോഴേ അബ്ദുള്ളയാവുള്ളൂ, അള്ളാൻ്റെ അടിമയാവുള്ളൂ. ഇല്ലെങ്കിൽ നീ നിൻ്റെ തന്നെ അടിമയാവും, അബ്ദുൽ ഹവയാവും, അല്ലെങ്കിൽ പണത്തിൻ്റെ അടിമയാവും. അല്ലടാ, ഒന്ന് ഉസ്താദിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടോ. നീ അള്ളാൻ്റെ അടിമയാണെങ്കിൽ ഓ അതിനെന്തേ കുഴപ്പമില്ല. പണത്തിൻ്റെ അടിമയാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിന് 200 രൂപ കേട്ടോ. പണത്തിൻ്റെ അടിമയും കാൽക്കുലേറ്ററും ഏട്ടനനിയനുമാർ പോലെ ആയിരിക്കും. എപ്പം മൂപ്പർ പണം കണക്ക് കൂട്ടും. അവിടെ പോയാൽ എനിക്കെന്ത് കിട്ടും? നീ ആ കച്ചവടത്തിന് ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, എന്തേ അത് ഏട്ടനുമായിട്ടുള്ള കച്ചവടം, നമുക്കൊന്നും കിട്ടൂല, ആണ് ഞാൻ നിന്നിട്ടില്ല. കണ്ടങ്ങൾ കണ്ടങ്ങൾ എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കോഴിക്കോട് അങ്ങാടിയിൽ വലിയൊരു പണക്കാരൻ 1 ഏക്കർ ഭൂമി വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് എന്ന് നമ്മളാരെങ്കിലും അറിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും UAE-ലും സൗദിയിലും ഒമാനിലുള്ള സർവ്വ GCC-യിലുള്ള ഫ്രണ്ട് സർക്കിളിലെ പെട്ടെന്നൊരു വാട്സപ്പ് ഗ്രൂപ്പാക്കി കണക്ട് ചെയ്തിട്ട് ചെറിയ പൈസ ഇങ്ങനെ വെക്കുന്നുണ്ട്. അലുവ കഷ്ണം പോലത്തെ. സുൽത്താനുൽ മുസ്താദ് അറിഞ്ഞാൽ എന്താ ചെയ്യൽ? ആ മെഡിക്കൽ കോളേജിലെ കുട്ടിയൊക്കെ ജുമാക്ക് വരാൻ അതിനിങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും. കണ്ടങ്ങൾ രണ്ടാളും തമ്മിൽ വ്യത്യാസം കണ്ടാ? നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഈ കോംപ്ലക്സ് പള്ളീൻ്റെ പുറത്ത് വെറുതെ നിൽക്കുക, എന്നിട്ട് ഇവിടുന്ന് നിസ്കരിച്ച് പോകുന്ന മനുഷ്യന്മാരൊന്ന് കൗണ്ട് ചെയ്യുക. ഈ സുജൂദിൻ്റെ എല്ലാം കൂലി വാങ്ങുന്ന ആ കപ്പിത്താനെ കുറിച്ച് ഓർമ്മിക്കുക. ഇങ്ങനെ 4000+ പള്ളി എടുത്തതിനെക്കുറിച്ചും വെറുതെ ചിന്തിക്കുക. ഇതെങ്ങനെ കിട്ടിയെന്നറിയാം? അബ്ദുള്ളമാരാകുമ്പോൾ കിട്ടിയതാണ്. തനിക്കെന്ത് ലാഭമെന്ന് ചിന്തിച്ചാൽ ഈ പ്രായമുള്ള കാലത്തും ഈ മുത്തഅല്ലിമീങ്ങളുടെ തക്കാഫിന് വേണ്ടിയിട്ട് ഉസ്താദ് ഓടേണ്ട ആവശ്യമില്ലല്ലോ. തനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിച്ചാൽ തനിക്കെന്ത് കിട്ടും? എന്ത് ഈ തടിക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് എന്താ വേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇപ്പോൾ എന്താ വേണ്ടത്? എന്താ വേണ്ടത് നമുക്ക്? നമ്മുടെ ആത്മാവിൻ്റെ അനുഗ്രഹത്തിന്, ആത്മാവിൻ്റെ സുഖത്തിന്, കവറിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് മുഴുവനും. അതാണ് ജീവിക്കേണ്ടത്.